നമ്മളെ ഇപ്പൊ മനുഷ്യത്വം ഇല്ലാന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേറൊരാള് വിഷമിക്കുന്ന കാണുമ്പോ നമുക്കൊരു എമ്പതി ഉണ്ടാവില്ലേ? അപ്പൊ നോർമലി മനുഷ്യത്വം എന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അവരുദ്ദേശിക്കുന്നത് എനിക്കറിയില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്റെ വീഡിയോകൾ എല്ലാം. എന്റെ വീഡിയോകൾ കാണുമ്പോൾ എന്താ തോന്നുന്നത്? വളരെ വെറൈറ്റി ആയി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. ശരിക്കും വെറൈറ്റി വിട്, ഞാൻ പറയുന്നതിന്റെ റോങ് ആയിട്ട് എടുക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, റോങ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അതെ, അവര് പറയുന്ന മാനവികത എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. നമ്മുടെ ഇപ്പൊ എക്സാമ്പിളൂടെ പറയാം. സ്ത്രീ വിരുദ്ധ പറയുന്ന ആൾക്കാരെ എനിക്ക് അവര് പറയുന്ന മാനവികത എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് അവര് ആദ്യം സ്ത്രീ വിരുദ്ധ റെഡിയാക്കണം. അതേ കണക്കിന് LGBTQ നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്നവര് അത് ആദ്യം ക്ലിയർ ആക്കി പഠിച്ചിട്ട് വരണം, എന്നിട്ട് ഒരു മാനവികത പറയണം. അപ്പൊ നമുക്ക് എടുക്കാം, അല്ലാതെ എടുക്കാൻ പറ്റില്ല. ഈ ആളുകളുടെ പ്രശ്നം ഒരു കാര്യത്തെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ് അവർ ക്രിട്ടിസൈസ്. അതെ അതെ, അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ബോഡി ഷേമിങ്ങിനകത്ത് ഈ ബ്രെയിൻ ഷേമിങ് കൂടെ വരും. നമ്മൾ പറയുമ്പോ തിരിച്ച് പറയുമ്പോ അവർക്ക് അറിവില്ലാത്ത സാധനം. അപ്പം ഞാനൊക്കെ ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാരെ നമ്മൾ അധികം ഇതാക്കാൻ പോകില്ല. കാര്യം അവര്, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ചിലപ്പോ നമ്മളെപ്പോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വരാത്തത് കൊണ്ട് തന്നെ അറിവ് സമ്പാദിക്കാൻ പറ്റി കാണത്തില്ല. അവരൊരു ഏരിയയായിട്ട് നിൽക്കുക. ഇപ്പൊ എന്റെ ഫാദറോ അല്ലെങ്കിൽ പിന്നെ സൂര്യയുടെ ഫാദർ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ അത്രയും സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഫെമിനിസ്റ്റ് ആയത്. നമ്മളൊക്കെ അങ്ങനെയാണ്. പക്ഷെ എന്റെ ഫാദറിന് ആ സാഹചര്യങ്ങളിലൂടെ കടക്കാനുള്ള അവസ്ഥകളൊന്നും ഇല്ലാതെ ചിലപ്പോൾ പഠിക്കാൻ പറ്റി കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് പുള്ളി ഒരു ഏരിയയായിട്ട് ഞാൻ കാണുന്നു. അതേസമയം നമ്മൾ ഈ ഇത്രയൊക്കെ പഠിച്ചു വരുന്ന അതേ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാളിനെ നമുക്ക് ഏരിയയായിട്ട് കാണാൻ പറ്റത്തില്ല. അത് അവര് പഠിക്കാത്തത്, അവർക്കത് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അവരെ എതിർക്കാൻ താല്പര്യം ഉണ്ടല്ലോ. എന്റെ ഫാദർ എതിർക്കാൻ വരുന്നില്ല, അപ്പൊ നമ്മൾ ഇവിടെയാണ്. അതെ, ഈ എതിർക്കാൻ വരുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഒരു ഡേറ്റ അവരെ കൊണ്ടുവരുമല്ലോ. അപ്പൊ അവർക്ക് എന്തുകൊണ്ടത് പഠിക്കാൻ പറ്റുന്നില്ല? അത്രയും ഡേറ്റ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, എതിർക്കാൻ വേണ്ടി എല്ലാ ഡേറ്റകളും കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കത് കിട്ടുന്നില്ല ആ ഡേറ്റകൾ. അതാണ് അതിന്റെ പ്രശ്നം.